മാലിപ്പാറ റോഡിലും സമീപത്തും പട്ടാപ്പകൽ കാട്ടാന ഇറങ്ങിയ സംഭവത്തിൽ നാട്ടുകാർക്ക് കടുത്ത പ്രതിഷേധം. നിരന്തരം നാട്ടിലിറങ്ങി ഭീതി പരത്തുന്ന ആനയെ മയക്കുവെടിവെച്ച് പിടികൂടി മറ്റിടങ്ങളിലേക്ക് മാറ്റണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. കോട്ടപ്പാറ പ്ലാന്റേഷനിലെ പിടിയാനയാണ് സമീപ ദിവസങ്ങളിൽ പകൽ സമയത്തും നാട്ടിലിറങ്ങുന്നത്. ഇതേ ആന തന്നെയാണ് മാലിപ്പാറ കുളങ്ങാട്ടുകുഴി ഭാഗത്തും ഇറങ്ങിയത്. കഴിഞ്ഞ ദിവസം വടക്കും ഭാഗത്തും മുട്ടത്തുപാറയിലും ഇതേ ആന ഭീതി വിതച്ചിരുന്നു. ആളുകളുടെ ബഹളമോ പടക്കം പൊട്ടിക്കലോ ഒന്നും ഈ പിടിയാനയ്ക്ക് പ്രശ്നമാകുന്നില്ല. കാർഷിക വിളകൾ ഉൾപ്പെടെ യഥേഷ്ടം തീറ്റയാക്കിയാണ് ആന നീങ്ങുന്നത്. ആന അസുഖബാധിതയാണോ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. പകൽ പോലും ആനശല്യം ഉണ്ടാകുന്നതിൽ നാട്ടുകാർ രോഷാകുലരാണ്. ആനയെ മയക്കുവെടിവെച്ച് പിടികൂടി മറ്റെവിടേക്കെങ്കിലും മാറ്റണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജോർജ് ആവശ്യപ്പെട്ടു. പിണ്ടിമന പഞ്ചായത്തിലെ വർഷങ്ങളായിട്ടുള്ള കാട്ടാന ശല്യം അതിരൂക്ഷമായിട്ട് തുടരുകയാണ്. ഒരു 2 ആഴ്ചയിലേറെയായി കാട്ടാന രാവുമില്ല പകലുമില്ല എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇവിടെ ജനവാസ മേഖലയിൽ നിന്ന് കയറി പോകാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ നിൽക്കുന്ന ഭാഗത്ത് ഏതാണ്ട് ഒരു 4:30 സ്കൂൾ ബസ് പോണ സമയത്ത് കാട്ടാന റോഡിന് വട്ടം ചാടുകയും അത് ആളുകളെ കണ്ടപ്പോൾ തൊട്ടടുത്ത പറമ്പിൽ മാറി നിലയുറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം ഞങ്ങൾ വർഷങ്ങളായിട്ട് പറയുന്നതാണ്. ട്രഞ്ച് താത്തുകയോ അല്ലെങ്കിൽ റെയിൽ ഫെൻസിങ് സ്ഥാപിക്കുകയോ ചെയ്യണം എന്ന് ഞങ്ങളുടെ നിരന്തരമായിട്ടുള്ള ആവശ്യമാണ്. അപ്പോൾ ഈ ആനേനെ ഇവിടുന്ന് നീക്കം ചെയ്യണം. മയക്കുവെടി വെച്ചെങ്കിൽ അങ്ങനെ ഇവിടുന്ന് നീക്കം ചെയ്യണമെന്ന് ഞാൻ ശക്തമായിട്ട് ആവശ്യപ്പെടുകയാണ്. നാട്ടിലിറങ്ങിയ ശേഷം കാട്ടിലേക്ക് മടങ്ങാതെ കാട്ടാനകൾ നാട് താവളമാക്കുകയാണെന്ന ആശങ്കയും നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാനയാണെങ്കിൽ ഭാവിയിൽ കൂടുതൽ ആനകൾ നാട്ടിലെ കൃഷിയിടങ്ങളും മറ്റും ആവാസ കേന്ദ്രമാക്കുമെന്നാണ് ജനങ്ങളുടെ ഭയം. ഇക്കാര്യത്തിൽ വനം വകുപ്പ് അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം.